എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വായിലൂടെയുള്ള സെക്സ് ആസ്വദിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, പലരും വായിലൂടെയുള്ള സെക്സ് ആസ്വദിക്കുമ്പോൾ ചിലർക്ക് ബാഡ് ബ്രീത്ത് അല്ലെങ്കിൽ അവിടെയുള്ള സ്മെല്ല് അല്ലെങ്കിൽ ടേസ്റ്റ് ഇവയെല്ലാം അരോചകമായി തോന്നാറുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും കാരണം? ഇതിൻ്റെ മെയിൻ വില്ലൻ മറ്റൊന്നുമല്ല, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത്. അതെ, ഇനി പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയി അവോയ്ഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ലൈംഗിക വീഴ്ചക്ക് 2 മണിക്കൂർ മുന്നെങ്കിലും ഇത് നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കില്ല. അപ്പോൾ അത് ഏതൊക്കെ ഫുഡാണെന്ന് ഇനി പറയാം. അതിലൊന്നാണ് റെഡ് മീറ്റ്, അതെ ഇറച്ചി. ഇറച്ചി കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ സമയങ്ങളിൽ, അഥവാ രാത്രിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാത്രി നിങ്ങൾ കട്ടാക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് പാലുൽപ്പന്നങ്ങളും. എന്നാൽ തൈര് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ. തൈര് നല്ലതാണ്. തൈര് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. തൈര് ഒഴികെ പാല്, ചീസ് എന്നീ ഉൽപ്പന്നങ്ങൾ. അടുത്തതായി വെളുത്തുള്ളി, വലിയ ഉള്ളി, കാബേജ്, ആസ്പരാഗസ് ഇത്തരം കാര്യങ്ങൾ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത്തരം ഭാഗങ്ങളിൽ കൂടുതൽ സ്മെല്ലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതിൻ്റെ ചെറിയ സ്മെല്ലും ചെറിയ തരത്തിലുള്ള ടേസ്റ്റും നിങ്ങളുടെ സ്രവങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അഥവാ ഫിഷ് കഴിക്കുന്നവർക്കും ഫിഷി സ്മെല്ലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചെറിയ ബാഡ് ബ്രീത്തുമെല്ലാം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്രവങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ചെറിയ സ്മെല്ലും ബ്രീത്തും ഉണ്ടാകുന്നത് കൊണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പ് അല്ലെങ്കിൽ അറുപ്പ് തോന്നുന്നത് സ്വാഭാവികമായിരിക്കും. അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത്തരം ഭക്ഷണങ്ങൾ കഴിവതും ഒരു നേരം ഒഴിവാക്കുക. പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല, കാരണം ഇതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പോഷകാവശ്യങ്ങൾക്ക് ഇത് പൂർണ്ണമായും ആവശ്യമാണ്. എങ്കിലും നിങ്ങൾ ലൈംഗിക വീഴ്ചയ്ക്ക് തൊട്ടുമുണ്ട് ഇത് പൂർണ്ണമായും ഒഴിവാക്കുക. മാത്രമല്ല ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.